അമ്മൂനെ ശുശ്രൂഷിക്കാനുള്ള നഴ്സുമാരുണ്ട്. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. പോരെങ്കിൽ ഞാനില്ലേ, ഭാര്യയെ പരിചരിക്കേണ്ടതും നോക്കേണ്ടതൊക്കെ ഭർത്താവിന്റെ കടമയല്ലേ? ഞാനിന്ന് പോവാണ് മേം സാബ്. ഒരുപാട് അത്യാവശ്യം കിടയുന്ന ഞാനിങ്ങോട്ട് ഓടി വന്നേ. എന്ത് എമർജൻസി ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് എമർജൻസി ഉണ്ടെങ്കിൽ ശിവജി ഇങ്ങോട്ട് ഓടിയെത്തും. വേഗം സുഖമായി ഞാൻ പ്രാർത്ഥിക്കാം. ഞാനും ദൈവങ്ങളുമായിട്ട് അത്ര നല്ല രസത്തിലൊന്നുമല്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ പുറത്തേക്ക് ഞാൻ മോളെ വീട്ടിലാക്കിയിട്ട് വരാം. വാ മോളെ. നിനക്കിരിക്കാൻ ഈ കസേര മാത്രമേ കണ്ടുള്ളൂ. ഈ കസേരയ്ക്ക് എന്താ കുഴപ്പം? കാലൊടിഞ്ഞിരിക്കണം. ഓരോരുത്തരും അവരവരുടെ സ്ഥാനം പറഞ്ഞ് ഇരിക്കേണ്ട അടുത്തിരിക്കണം കേട്ടോ. അതിന് ഇതെന്താ രാജസിംഹാസനാണോ? ഇവിടെ ഒരു രാജാക്കന്മാരെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. നീലിമേ, കറിയല്ല ഉഗ്രൻ. നിന്നോട് പറഞ്ഞു കേട്ടില്ലടാ ഹരിക്കുട്ടൻ ഇരിക്കുന്ന കസേര ഇതെന്ന്. ആന്നോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നേരത്തെ പറയണ്ടേ? എന്നിട്ട് ഇതേല് കരിക്കുട്ടന്റെ പേരൊന്നും കൊത്തിവെച്ചിട്ടില്ലല്ലോ. പേരെഴുതി വെക്കുന്ന കസേരയൊക്കെ നിന്റെ വീട്ടില്. ഇവിടെ മുമ്പ് വിജയേട്ടൻ നിന്ന കസേര ഇത്. ഇനി ഈ കസേരയുടെ അവകാശി എന്റെ ഹരിമോനാ. ആ, അപ്പൊ എനിക്ക് ഈ കസേര കിട്ടണമെങ്കിൽ ഈ നിൽക്കുന്ന ഹരിമോനെ ഞാൻ തട്ടണം. നിങ്ങളുടെ വിജയേട്ടനെ തട്ടിയിട്ടല്ലേ കരിക്കുട്ടൻ ഈ കസേരയുടെ അവകാശം പിടിച്ചു പറ്റിയത്. അല്ല പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞോന്നുള്ളൂ. ചെറ്റത്തരം കാണിക്കുന്നവരെ രണ്ട് പൊട്ടിക്കുന്നല്ലാതെ കൊല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലേ. അതൊക്കെ ഇനി നിങ്ങളുടെ കരിക്കുട്ടന് മുമ്പിൽ ദക്ഷിണ വെച്ച് പഠിക്കണം. നീ ഇവിടെ വലിയ ഷോ ഒന്നും കാണിക്കണ്ട. മഹിമക്ക് പറ്റൊരു അബദ്ധമാണല്ലോ എന്ന് കരുതി ഞങ്ങളത് ക്ഷമിക്കുമ്പോഴേ നീ അതൊരു വലിയ കേമത്തമായിട്ട് കാണല്ലേ. ഓ, നീ എന്നോട് ക്ഷമിക്കുന്നുണ്ടല്ലേ? അത് ഞാൻ അറിഞ്ഞില്ല. ഓരോ തവണ ക്ഷമിക്കുമ്പോഴും നീ എന്നോട് പറയണേ, കണക്കെഴുതി വെക്കാനാ. നീ എന്നോട് 100 തവണ ക്ഷമിക്കുമ്പോഴേ ഞാൻ നിന്നോട് ഒറ്റ തവണ ക്ഷമിച്ചാൽ മതി. ആ കട അങ്ങ് തീരും. അത്രമാത്രം പോക്കത്തിനാണ് നിന്റെ കയ്യിലുണ്ടല്ലോ. നിന്റെ പ്രഭാഷണം ഒന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. നിന്നോട് ആ കസേര ഇറങ്ങി മാറാനാ പറഞ്ഞത്. അങ്ങനെ പറയല്ല അമ്മ. കസേര വിട്ടുള്ള കളി എനിക്ക് ഇഷ്ടമേ അല്ല. പണ്ട് തൊട്ടേ കസേര കളിക്ക് ഞാൻ ഒന്നാമനാ. നിന്റെ ഇവിടുത്തെ ആളുകൾ ഞാൻ നിർത്തിത്തരാമടാ. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോ? ചോദിക്കാനും പറയാനും നീ നിന്റെ കൊട്ടേഷൻ ടീമിനെ കൊണ്ടുപോടാ. എന്നെ കൊന്നാലും നീ രക്ഷപ്പെടില്ല. നോക്കിയോ, നിന്റെ കയ്യും കാലും വെട്ടി പമ്പയാറ്റിൽ എറിയാൻ വേറെ ആമ്പിള്ളേരുണ്ട്. എന്റെ മോനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ നീ വിവരം അറിയും. തെണ്ടി കയറി വന്ന് പട്ടി കിടക്കുന്നത് പോലെ വീട്ടിൽ കയറി കിടക്കുന്നതും പോരാഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നോടാ. നിങ്ങളല്ല തന്നെ ആദ്യം ഈ പ്രസ്ഥാനം തുടങ്ങി വെച്ചത്. നിങ്ങൾ ഈ വീട്ടിൽ വിളിച്ചു കയറ്റി ആദ്യത്തെ പട്ടി ഇതാ നിൽക്കുന്നു. അവര് ജോഡിയായിട്ട് വന്ന് മാതൃ കാണിച്ചോണ്ടാ ഞാനും മഹിമയും കൂടി ഇവിടെ കയറി വന്നത്. ഒരു പട്ടി ചന്തന്ന് കയറി വന്നാ പിന്നെ പുറകെ പുറകെ പട്ടികൾ വന്നുകൊണ്ടേയിരിക്കും. അതാ നാട്ടുകടപ്പ്. എത്ര പറഞ്ഞാലും നാണവും മാനും ഇല്ലാത്തൊരു സാധനം. അതിവിടെ ആർക്കാ ഉള്ളത്? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മോനെ ഹരിക്കുട്ട, നീ ദേ ആ കസേരയുടെ പുറകില് ഒരു സ്റ്റിക്കർ എഴുതി ഒട്ടിക്ക്. പാലപ്പടിക്കലെ പ്രധാനമന്ത്രി. എന്നിട്ട് നീ അവിടെ തന്നെ സ്ഥിരമായിട്ട് അങ്ങിരുന്നു. ഞാൻ ഒരു വഴക്കിനും വരുന്നില്ല. ഹരിക്കുട്ട, നീ വന്നേ. അവൻ വെട്ടിയിട്ട് എഴുന്നിട്ട് പോട്ടെ. ഇങ്ങോട്ട് വാ. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിനു പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ.
അമ്മേ ആ ഇങ്ങോട്ട് വന്നേ. എന്താ? അങ്കിളും ആ ഊമപ്പനും കൂടെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ആ. ഇത്ര പെട്ടെന്നോ? മോളെ പതുക്കെ സൂക്ഷിച്ച. മോളെ അവിടുന്ന് നിന്നേ, ഞങ്ങളൊന്ന് കാണട്ടെ. ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് പാർക്കും കാണണ്ടായിരുന്നല്ലോ. ഓ, ഞങ്ങളെ ആര് കൊണ്ടുപോകാനാ? ജയനോട് പറയുമ്പോ നാളെ ആവട്ടെ എന്ന് പറയും. നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അപ്പോഴേക്കും ഇങ്ങ് വന്നല്ലോ. ഇത്ര പെട്ടെന്ന് പോരുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇത്രയൊക്കെ പറ്റിയുള്ളോ മോളെ? ഭയങ്കര സീരിയസ് ആണെന്ന് കേട്ടപ്പോ ഞാൻ കരുതി തട്ടിപ്പോവുന്നു അല്ലേ? നിങ്ങൾ പ്രതീക്ഷിച്ചിടത്തോളം ഒത്തു വന്നില്ല അല്ലേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെങ്ങനെയാ? ഇവൾക്ക് കുറച്ചുകൂടി പരുക്ക് പറ്റണമായിരുന്നോ? എന്നാ ഞങ്ങൾക്ക് എന്താ ഗുണം? അല്ല, നിങ്ങളുടെ ചോദ്യവും പറച്ചിലൊക്കെ കേട്ടാ തോന്നും ഇവളുടെ പരുക്ക് കുറഞ്ഞു പോയത് കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര നിരാശയായി പോയിന്ന്. നരേന്ദ്ര, ഇങ്ങനൊന്നും പറയല്ലേ, ഈശ്വരകോപം ഉണ്ടാവും. നിങ്ങൾ ഒട്ടും നിരാശപ്പെടണ്ട. അമ്മൂന് ഇതിനേക്കാളൊക്കെ പരുക്കുണ്ട്. അവളുടെ ഒരു കാലൊടിഞ്ഞു. എന്താ സന്തോഷമായോ? പോരാന്നറിയാം, എന്നാലും തൽക്കാലം ഒരു സന്തോഷത്തിലുള്ള വകയായില്ലേ? നീ ഇങ്ങനെ പറയുള്ളൂ. ദുഷ്ട മനസ്സാ നിന്റേത്. നിനക്ക് കൂടപ്പുറപ്പിന്റെ സ്നേഹവും സങ്കടവും തിരിച്ചറിയാനുള്ള കണ്ണും ബുദ്ധി ഒന്നുമില്ല. ഒരു ആംബുലൻസും 2 ഡെഡ് ബോഡിയും ഇവിടെ കൊണ്ട് നടക്കുന്നത് കണ്ടിരുന്നെങ്കില് നിങ്ങളുടെ മുഖം ശരിക്കും പ്രസാദിച്ചതെന്ന് എനിക്ക് അറിയാമായിരുന്നു ചേച്ചി. പക്ഷേ തമ്പി അത്രയ്ക്ക് വലിയ ദ്രോഹമൊന്നും ആരോടും ചെയ്തിട്ടില്ല. അതുകൊണ്ടാ എന്റെ മോളും അമ്മുവും രക്ഷപ്പെട്ടെ. അമ്മേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അമ്മൂന് ശീതളിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് നീറിയിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ മോശക്കാരായി. അമ്മയ്ക്ക് ഇപ്പൊ തൃപ്തിയായല്ലോ. ഇനി എന്തെങ്കിലും കേൾക്കണോ? എടി പെങ്കൊച്ചേ, ആയിരക്കണക്കിന് വ്യാജ നാണയങ്ങൾ കണ്ടിട്ടുള്ളവനാ ഈ തമ്പി. കള്ളനാണയം എനിക്ക് ശരിക്കും തിരിച്ചറിയാം ഒരൊറ്റ നോട്ടത്തില്. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. എന്നാലും നീ എന്നോട് ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ നരേന്ദ്ര. ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. അതങ്ങ് വിട്ടുകളഞ്ഞ ചേച്ചി. ബാവളെ, ആ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. നിങ്ങളെപ്പോഴാണ് ഈ അപകടം പോലും അറിഞ്ഞത്? ആക്സിഡന്റ് നടന്ന അരമണിക്കൂറിനകം അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? പത്രത്തിലും ടിവിയിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നല്ലോ. ആക്സിഡന്റ് പറ്റി അരമണിക്കൂറിനകം ടിവിയിലും പത്രത്തിലൊക്കെ വാർത്തയും പടവും വന്നോ? അതറിയില്ല, ഞങ്ങളോട് ജയന പറഞ്ഞത്. അവനെങ്ങനെ അറിഞ്ഞു? അതെനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ജയന എവിടെ? അവൻ ഓഫീസിലല്ലേ. ഓ, അവനെനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞേരെ. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വാ മോളെ, റൂമിൽ ചെന്ന് കിടന്നോ. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് മറക്കണ്ട. വാ. ഇവിടെ ഉള്ളവരൊക്കെ പലതും പറഞ്ഞിരിക്കും. മോളതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ചെറിയമ്മ വരുന്നവരെ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം. എവിടേക്കാ മോളിപ്പോൾ എഴുന്നേറ്റ് പോണേ? ആ, മോള് തൽക്കാലം വിശ്രമിക്കേ. ചിത്രരചനയൊക്കെ നമുക്ക് പിന്നീടാവാലോ. എന്റെ മോൾക്ക് ഒരുപാട് വേദനിച്ചോ? ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നോ നിന്നെ ഓർത്ത്. എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ വഴിപാട് നേർന്നു എന്നറിയോ? മോളെ, ഈ സ്ത്രീ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇതെല്ലാം കള്ള. ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ നിന്നെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി മാത്രമുള്ളതാ. എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞ നരേന്ദ്ര എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നേ? നിന്നെ വെളിയിൽ നിന്നകറ്റാൻ കള്ളമൊന്നും പറയണ്ട. സത്യം മാത്രം പറഞ്ഞാൽ മതി. ഇവളും മരിച്ചു പോകലെന്ന് നീ പ്രാർത്ഥിച്ചിരിക്കാം. കാരണം ഇവളില്ലാതായാല് നിന്റെ കുടലബുദ്ധിയിൽ വിരിഞ്ഞ പ്ലാനുകളൊന്നും നടപ്പാവില്ലല്ലോ അല്ലേ? ഇവളുടെ സ്വത്ത് കൈക്കലാക്കാനുള്ള നിന്റെ കണക്കുകൂട്ടലുകൾ നടപ്പാകണമെങ്കിൽ ഇവള് ജീവിച്ചിരിക്കണം. അതിനു വേണ്ടിയുള്ള സ്നേഹം മാത്രമല്ലേ നിനക്ക് ഇവളോടുള്ളൂ? ഓരോ കാര്യം നേടാൻ വേണ്ടി നരേന്ദ്രനും ഇങ്ങനെ പലരോടും സ്നേഹം കാണിച്ചിട്ടുണ്ട് ഇല്ലേ? മോളെ, ഇവള് പറയുന്ന ഒന്നും നീ കണക്കിലെടുക്കണ്ട. ഇവളുടെ വാക്കോ പ്രവൃത്തിയോ വിശ്വസിക്കരുത്. ഇതിനൊക്കെ ഞാൻ പകരം ചോദിക്കും നരേന്ദ്ര. ഓരോന്നിനും എന്റെ മുമ്പിൽ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. നീ ചെയ്യാവുന്നതൊക്കെ ചെയ്യേ. അതിനുള്ള മറുമരുന്ന് ഞാനും കണ്ടിട്ടുണ്ട്. എന്നെ കൊന്നാലും നിന്റെ ആഗ്രഹം നടക്കാൻ പോലില്ല.
ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നതെങ്കിലും ഒരു ഫോൺ കോളിന്റെ അകലത്തിൽ എനിക്ക് വേണ്ടത്ര ആൾക്കാരുണ്ട്. നീ വിളിച്ചു വരുത്തുന്ന ഒരു സൈന്യത്തെ നേരിടാൻ നരേന്ദ്രൻ തമ്പി ഒറ്റക്ക് മതി. നരേന്ദ്രന്റെ ധൈര്യവും ചങ്കൂറ്റവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കാൻ പോകുന്നത് വാടക ഗുണ്ടകളെ ഒന്നും അല്ല, സഞ്ജയനെ. നീ ആരെ വേണമെങ്കിലും വിളിക്കേ. കൊള്ളാം. നരേന്ദ്രന്റെ തന്റെ ഇടം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. മോള് പേടിക്കണ്ട, മോളവിടെ ഇരിക്കേ. അയ്യോ, കൈ കഴുകിക്കാൻ മറന്നു. ദാ കൈ കഴുകുക. ആ, കഴിക്കടോ. ഞാൻ വാരി തരണോ? അയ്യോ വേണ്ട, എന്തോരം കഷ്ടപ്പെടാ ഞാൻ കാരണം. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ മതി. പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാന്നാ ഡോക്ടർ പറഞ്ഞേ. കാലാനക്കാതെ കിടക്കണം കുറെ ദിവസം. എന്റെ കാര്യം സാരമില്ല, ശീതളിനെ നോക്കണം. അവളവിടെ ഒറ്റയ്ക്കല്ലേ. അവളുടെ കാര്യമെല്ലാം ഞാൻ നോക്കണ്ട. ഓ, ഭക്ഷണം കഴിക്കുകയാണോ? എന്താ സിസ്റ്ററെ? ടെമ്പറേച്ചറും BP നോക്കാനാ. സാരമില്ല, പിന്നെ വരാം. ആ, കഴിക്കേ. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഇതൊക്കെ ചെയ്തു തരേണ്ടി വന്നില്ലേ? ഇതെന്റെ കടമയല്ലേ. എന്നോട് ക്ഷമിക്കണം. നീ ഒരു തെറ്റ് എന്നിട്ട് പറ. തെറ്റൊക്കെ ഞാൻ മുമ്പേ ചെയ്തു കഴിഞ്ഞല്ലോ. എനിക്കിപ്പോ ഭയങ്കര വിഷമം തോന്നുന്നു. ഞാൻ എന്ത് മോശമായിട്ടാ പെരുമാറിയിട്ടുള്ളത്, എന്തൊക്കെയാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അതൊക്കെ ഓർത്തിട്ട് അതെല്ലാം കഴിഞ്ഞു പോയില്ലേ? തെറ്റ് ക്ഷമിച്ചവർക്ക് പെട്ടെന്ന് സമാധാനവും സന്തോഷവും കിട്ടും. പക്ഷേ തെറ്റ് ചെയ്തവർക്ക് ആ കുറ്റബോധം നീറി നീറി കിടക്കും. അതൊന്നും നീ ഇനി ഓർക്കാനേ പോകണ്ട. ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം ആരോ തട്ടിയെടുത്തിട്ട പിണങ്ങിയിരുന്ന കുട്ടിയെ പോലെയായിരുന്നു നീ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ ഒരാളിന്റെ മനസ്സ് കാണാൻ എനിക്ക് കഴിയാതെ പോയി എന്നുള്ളത് സത്യം. കാഴ്ചയുണ്ടായിരുന്നിട്ടും ഞാൻ കണ്ണു തുറന്നില്ല. വാശിയായിരുന്നു എനിക്ക്. സോറി. മോം, മോം. ആ, എന്താ ഹരിക്കുട്ടാ? ഇത് കണ്ടില്ല മോം, ഞാൻ എങ്ങനെ വണ്ടി ഇറക്കുന്നേ? മഹി, എടി മഹിമേ. അവൾക്കിട്ട് വേണം ആദ്യം 2 കൊടുക്കാൻ. എന്താ അമ്മേ? ഡേ, നിന്നെ മറ്റാനെ വിളിക്കതേ. ഞാൻ എതിലെ എന്റെ വണ്ടി ഇറക്കുന്നേ? അവനകത്തുണ്ട്, ഉരുട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഹരീഷ് ഏട്ടന്റെ വണ്ടി തൽക്കാലം അവിടെ കിടക്കട്ടെ, പ്രശ്നം തീർന്നില്ലേ? ഡേ, അവനോട് പറയണ ഈ പാട്ട വണ്ടി എടുത്തോണ്ട് പോയി ഏതെങ്കിലും റോഡ് സൈഡ് കൊണ്ടിടാൻ. ടാക്സി ഡ്രൈവർമാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ആരാ മഹി ടാക്സിയുടെ കാര്യം പറയുന്നേ? ആർക്കെങ്കിലും ഓട്ടം പോണോ? ഇവിടെയാണോടാ നിന്റെ വണ്ടി കൊണ്ടുവന്നിരുന്നത്?
ഇത് റോഡിൽ കൂടി ഓടുന്ന സാധനമല്ലേ, അല്ലാതെ റെയിൽവേ ട്രാക്ക് പോലെ പ്രത്യേക ട്രാക്ക് ഒന്നുമില്ലല്ലോ. എന്റെ വഴി വിലങ്ങിയിട്ട് വേണം നിന്റെ ഈ പാട്ട വണ്ടി കൊണ്ടു സ്ഥാപിക്കാൻ. എടുത്തു മാറ്റാ. ഇതെങ്ങനെ എടുത്താ പോകുന്ന സാധനം അല്ലല്ലോ ഹരീഷ്. പിന്നെ നീ ഒരുപാട് പേരുടെ വഴി വിലങ്ങിയിട്ടുള്ളതല്ലേ, ചിലരെയൊക്കെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുമുണ്ട്. ഇവിടുത്തെ കുടുംബനാഥനായിരുന്ന സാക്ഷാൽ പാലപ്പടിക്കൽ വിജയകൃഷ്ണൻ ഉൾപ്പെടെ. നീ വണ്ടി എടുത്ത് മാറ്റടാ. ഹരിക്കുട്ടന്റെ കാർ ഇങ്ങനെ വെയിലത്തിടുന്ന സാധനം അല്ല. ഓ, വെയിലോ മഴയോ ഉണ്ട്, ഇതിനെന്നാ പനി പിടിക്കൂ. കുറച്ചേരം അവിടെ കിടക്കട്ടെ, ഏതെങ്കിലും ഒരു ഓട്ടം വരുമ്പോഴേ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളൂല്ലോ. നിനക്ക് ഇപ്പൊ തന്നെ ഇത് ഇവിടുന്ന് മാറ്റിയാൽ എന്താടാ കുഴപ്പം? ഊണ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അല്പം വിശ്രമം വേണം. അയ്യോ, ആ, ഞാനേ 1 മണിക്കൂർ കടന്നുറങ്ങും. അത് കഴിയുമ്പോഴൊന്ന് വിളിച്ചേക്കണം മഹി. അല്ലെങ്കിൽ ഇന്ന് ഇനി ഓട്ടം പോകണ്ടല്ലേ. എന്തിനാ ഇങ്ങനെ രാപോലെ ഇറന്ന് അധ്വാനിക്കുന്നത്? ജെയിംസ് കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോണ്ട. ഏതായാലും ടാക്സി ഓടിച്ച് ചെലവ് കഴിയേണ്ട കാര്യമൊന്നും നമുക്കില്ലല്ലോ. കറക്റ്റ്. അപ്പോ ഇന്ന് ഇനി വിശ്രമം. ഡാ, ഇവിടെ എന്ത് അതിക്രമവും കാണിക്കാന്നാണോ നിന്റെ വിചാരം? സംശയം എന്താ? ഇവൻ ഇവിടെ അതിക്രമിച്ചല്ലേ കയറിയത്. ഞാനും ആ പാത തന്നെ പിന്തുടരുക. ഞാൻ നോക്കിട്ടെ, അതിക്രമിച്ച് കയറാൻ ഇതിനേക്കാൾ നല്ലൊരു വീട് വേറെ ഇല്ല. ഇതാണ് പറ്റിയ സമയം. ഹോട്ടലിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. പന്തളത്ത് നിന്ന് ഇവിടെ എത്താൻ 1/2 മണിക്കൂർ സമയം ധാരാളം മതിയല്ലോ. ഇല്ല, നരേന്ദ്രൻ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞില്ലേ? അയാളുടെ പുത്തൻ പെണ്ണിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ഇല്ല, ഇന്നിനി അയാൾ ഇങ്ങോട്ട് വരില്ല. താഴെ എരുമ പോലത്തെ 2 പെണ്ണുങ്ങളുണ്ട്, പോത്തു പോലത്തെ 2 ആണുങ്ങളും ഉണ്ട്. അവരെ പേടിക്കണ്ട. അവര് വല്ലതുമൊക്കെ വാരി തിന്ന് വയറും നിറച്ച് കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും നേരം വെളുത്തിട്ടേ അറിയൂ. വെയിറ്റ്, ഞാനിപ്പോ പറയാം. കലാകാരി ചിത്രരചനയിലാണ്. സാരമില്ല, ഞാൻ ചെന്ന് അവളെ കിടത്തിക്കൊള്ളാം. നിങ്ങളിപ്പോൾ തന്നെ പുറപ്പെട്ടോ. നമുക്കിനി സമയം കളയാനില്ല. നേരം വെളുക്കുന്നതിന് മുൻപ് നമുക്ക് കേരള ബോർഡർ കടന്നിരിക്കണം. വേണ്ട, 100 വാര അകലേക്ക് മാറ്റി പോക്കറ്റ് റോഡിലേക്ക് കയറ്റിയിട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ നടന്ന് ഗേറ്റിലേക്ക് വരിക. ഞാൻ സിഗ്നൽ തന്നു കഴിയുമ്പോൾ മതിൽ കടക്കുക. പക്ഷെ സൂക്ഷിക്കണം, ബീറ്റ് പോലീസുകാരോ സെക്യൂരിറ്റി ഗൂർഖകളോ ആരും കാണാനിടവരരുത്. ഓക്കെ? ഓൾ റൈറ്റ്. നിക്ക്. ഇപ്പൊ സമയം എത്രയായി? എന്റെ മോൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൃത്യസമയത്ത് കൊടുക്കണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. സോറി, മോള് ഉറങ്ങിപ്പോയോ? ഉണങ്ങിയിട്ടൊന്നുമില്ല. ഓരോരുത്തരുടെ തോന്നിവാസം ഇവിടെ നടക്കുന്നത്. ഇനി തന്നേക്ക് ഞാൻ കൊടുക്കാം. ഇത് എന്താ എന്താ നിനക്ക് തരാൻ ഇത്ര മടി? ഇത് ശീതൽ മോൾക്ക് കുടിക്കാനുള്ളതാ. എനിക്ക് കുടിക്കാൻ വേണ്ടി അല്ല ഞാൻ ചോദിച്ചത്. ഞാൻ കൊടുത്തോളാം എന്റെ മോൾക്ക്. ഇനി എന്ത് കാണാൻ ഇവിടെ നിൽക്കുന്നേ? മതി പടം വരച്ചത്. ദാ ഈ പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. അതവിടെ ഇരുന്ന് തണുത്തു പോവും. എടുത്ത് കുടിക്കേ. ആ കുടിക്കേ.
കുടിക്കും മോളെ.